നമ്മളൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന, സെറ്റിൽ ചെയ്യാൻ സ്വപ്നം കാണുന്ന, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടവർ താമസിക്കുന്ന ഗൾഫ് മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് പ്രാർത്ഥന നിറഞ്ഞ ഒരു മനസ്സോടു കൂടിയാണ് നമ്മൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹം, പ്രത്യേകിച്ച് അറബികൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ് എന്നാണ്. വിശക്കാതെ ഇരിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, സുരക്ഷിതമായ ജീവിതത്തിലുള്ള അവസരങ്ങൾ ഒരുക്കുന്നു എന്നാണ്. പക്ഷേ ആ ഗൾഫ് മേഖലയിൽ ഇന്ന് വിമാനങ്ങൾ പറക്കുന്നില്ല. കപ്പലുകളുടെ വരവ് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊക്കെ അത് നിർത്തിവെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ പെട്രോൾ പമ്പിൽ പെട്രോൾ കിട്ടാനാവാത്ത, ഡീസൽ കിട്ടാനാവാത്ത ഒരു സാഹചര്യം ഈ യുദ്ധം നീണ്ടുപോയാൽ സംഭവിച്ചേക്കാം. വിറകടുപ്പ് പരിചയം ഉണ്ടാക്കിയെങ്കിലും ഇല്ലെങ്കിൽ പെട്ടെന്ന് പരിചയം ഉണ്ടാക്കേണ്ടി വരും. ഗ്യാസ്, ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് പ്രൊഡ്യൂസറായിട്ടുള്ള ഖത്തർ എനർജി അത് പൂർണ്ണമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്നലെ മനാഫ് മാഷ് പറഞ്ഞതുപോലെ ഈ ബുദ്ധിയില്ലാത്ത സൈക്കോപാത്തുകളായ കുറേ കിളവന്മാരാണ് ഇന്ന് ലോക രാഷ്ട്രങ്ങളുടെ തലവന്മാരായി മാറിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കുറേ വിപത്തുകൾ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇറാൻ്റെ കൂടെയാണോ, നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെയാണോ, അതോ ഗൾഫ് രാജ്യങ്ങളുടെ കൂടെയാണോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന ആളുകളെ വരെ ഈ സമയത്ത് കാണാം. ഇറാൻ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം ഇന്നതാണ്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കിച്ചിട്ട് പീഡിതരായ ആളുകളുടെ ഇരകളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രാഥമികമായ അടിസ്ഥാനപരമായ ഇസ്ലാമിക ദൗത്യം മറന്നുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ മതവും വിശ്വാസവും പ്രത്യയശാസ്ത്രമൊക്കെ ചികയുന്ന തലത്തിലേക്ക് നമ്മളുടെയൊക്കെ ബുദ്ധി എങ്ങനെയാണ് മരവിച്ചു പോയത് അല്ലെങ്കിൽ മാറിപ്പോയത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുക. അക്രമം ആര് നടത്തിയാലും ആ അക്രമത്തിന് എതിരെ നിൽക്കുക, ആക്രമിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ബാലപാഠം പോലും പലപ്പോഴും മറന്നുപോകാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും ആത്മാർത്ഥമായി നമ്മൾ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാനും നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരായ ആളുകൾ, പ്രവാസികളായി ജീവിക്കുന്നവർ സുരക്ഷിതരായിരിക്കുവാനും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണമെന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവരിങ്ങോട്ട് വരണമെന്നല്ല, പക്ഷെ വിമാനം ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് അറിയുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും വരാലോ. ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു അസുഖം ഉണ്ടായാൽ, ഒരു മരണം ഉണ്ടായാൽ, ഒരു എമർജൻസി കേസ് ഉണ്ടായാൽ ഇങ്ങോട്ട് വരാമല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ. അത് വിമാനത്തിൻ്റെ ആ ഒരു മൂളക്കം കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു സമാധാനമാണ്. അത് നഷ്ടപ്പെടണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടത്താണിയിലെ നമ്മളുടെ ഒരു പ്രവർത്തകൻ ഖത്തറിൽ വെച്ച് മരണപ്പെട്ടു. അവിടെ ലോണ്ടറി നടത്തുന്ന ഒരാളാണ്. ചേന്നരയിലൊക്കെ അവർക്ക് കുടുംബ പേരുകളുണ്ട്. പക്ഷേ മയ്യത്ത് കൊണ്ടുവരാതിരിക്കണം ഓരോരുത്തർ ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് കബറടക്കുക എന്നുള്ളതാണ് ഇസ്ലാമികമായ അതിൻ്റെ വിധി. എന്നാൽ പോലും കുടുംബത്തിന് അവസാനമായി ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. പക്ഷെ അങ്ങനെ കൊണ്ടുവരാനുള്ള അവസ്ഥ ഉണ്ടായില്ല. മാത്രമല്ല, മരിച്ച അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമൊയ്തീൻ എന്ന് പറയുന്ന സഹോദരൻ്റെ 2 പെൺകുട്ടികൾ അവർ ദുബായിലുണ്ട്. ആ ദുബായിലുള്ള അവർക്ക് വിമാനമാർഗം പോകാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, കരമാർഗം പോലും, അവർക്ക് റോഡ് മാർഗം പോലും പറ്റാത്ത, അവിടെ പോയി ഇപ്പാനോ ഒന്ന് അവസാനമായി കാണാനോ മയ്യത്ത് നിസ്കരിക്കാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇത് ഒരു കുഞ്ഞുമൊയ്തീൻ്റെ മാത്രം സംഭവമല്ല. ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ട ഒരു സംഭവമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കുന്ന കൂട്ടരിൽ നമ്മൾ ഉണ്ടാകരുത്. മരിക്കുന്നതൊക്കെ മനുഷ്യരാണ്, നിരപരാധികളാണ്, പിഞ്ചു കുഞ്ഞുങ്ങളാണ്, വൃദ്ധരായ രോഗികളായ മനുഷ്യരാണ്. ഈ നിരപരാധരെ കൊന്നൊടുക്കുന്നതിൽ സ്കോർ ബോർഡ് തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നൊരവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മാറിപ്പോകുന്നൊരു കാലത്ത് ഒരു പക്ഷത്ത് നമ്മൾ നിൽക്കണ്ട. നമ്മൾ നീതിയുടെ പക്ഷത്ത്, സത്യത്തിൻ്റെ പക്ഷത്ത്, ധർമ്മത്തിൻ്റെ പക്ഷത്ത്, സമാധാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനാണ് വിശ്വാസികളായ നമ്മൾ എടുക്കേണ്ട തീരുമാനമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 126-ാമത്തെ വചനം
ഈ സന്ദർഭത്തിൽ നമുക്ക് ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് വീണ്ടും ഒരു പഠനത്തിനും വായനക്കും നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ പറയണം. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അവല യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി സുമ്മല യതൂബൂന വലാഹും യദ്ദക്കറൂൻ. എത്ര ഈ നമ്മളോടാണ്, നമ്മുടെ കാലത്തോടാണ്, നമ്മൾ അനുഭവിക്കുന്ന സംഭവ വികാസങ്ങളോടാണ് ഖുർആൻ സംവദിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിധമാണ് അള്ളാഹുവിൻ്റെ സംഭാഷണം ഖുർആൻ വരുന്നത്. 126-ാമത്തെ വചനം സൂറത്ത് തൗബ പറയുന്നത്, ഒരു വർഷത്തിൽ തന്നെ, ഫീ കുല്ലി ആമിൻ, ഒരു വർഷത്തിൽ തന്നെ, മറത്തൻ ഔ മറത്തൈൻ, ഒന്നോ രണ്ടോ തവണ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നില്ലേ? അത് നിങ്ങൾ കാണുന്നില്ലേ? ഒരു വർഷത്തിൽ തന്നെ ഒന്നിലധികം പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സുമ്മല യതൂബൂന വലാഹും യദ്ദക്കറൂൻ. എന്നിട്ടും എന്താണ് അവർ തൗബ ചെയ്യാത്തത്? എന്നിട്ടും എന്താണ് ആളുകൾക്കൊരു ബോധം വരാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നത് എന്നോടും നിങ്ങളോടും കൂടിയാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. നേരത്തെ കുടുംബത്തെക്കുറിച്ച്, ഇമ്പമേറുന്ന കുടുംബത്തെക്കുറിച്ച് വളരെ ഹൃദ്യമായ ഒരു സംസാരം ഇവിടെ റുഫൈഹ നടത്തുകയുണ്ടായി. അതുകൂടി പങ്കെടുക്കണമെന്നും കേൾക്കണമെന്നും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കുടുംബപരമായ എൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഞാൻ നിർവഹിക്കേണ്ട ചില കടമകൾ സന്തോഷപൂർവ്വം നിർവഹിക്കാനുള്ളത് കൊണ്ടാണ് അല്പം ഞാൻ വൈകിപ്പോയത്. അതേസമയം എനിക്ക് വളരെ മനോഹരമായ ഒരു സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിതമായ ഒരു അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ, ഒരു ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ കുറേ നന്മകൾ, അതിൻ്റെ സുഖം, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ കുറേ സൗരഭ്യം ഉൾക്കൊള്ളുവാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നത് ഇനി ഞങ്ങളെപ്പോലെയുള്ള ഈ പ്രൊഫഷണൽ പ്രഭാഷകരല്ല ഇനിയുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളൊക്കെ നയിക്കേണ്ടത്. ഈ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലൊക്കെ പഠിക്കുന്ന പഠിതാക്കൾ അവരിവിടെ വന്ന് സംസാരിക്കട്ടെ, അവർ പഠിച്ച കാര്യങ്ങൾ അവർ സമൂഹത്തിന് പഠിപ്പിക്കട്ടെ. അങ്ങനെ ഒരു തലമുറ മാറ്റമോ അല്ലെങ്കിൽ ഒരു മെത്തഡോളജി മാറ്റമോ ഈ വിഷയത്തിലൊക്കെ വേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.